ചിറ്റ്ചാറ്റിലൊരു ഗസ്റ്റ് എന്ന് പറയുന്നത് ശ്രീ ജെയ്സ് പാണ്ടനാടാണ്. ഇദ്ദേഹം പെന്തക്കോസ് സഭയിലെ ഒരു പാസ്റ്ററാണ്. കേരളത്തിലെ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പല പെന്തക്കോസുകാർക്കും കോൺഗ്രസിൻ്റെ UDFൻ്റെയും ടിക്കറ്റ് കിട്ടിയിട്ടില്ല പല ഡിവിഷനിൽ മത്സരിക്കാൻ. അപ്പം അതുമായി ബന്ധപ്പെട്ട് പെന്തക്കോസുകാർ, അതായത് കേരളത്തിലെ അവർ വലിയ കൂട്ടരുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം അവർ കേരളത്തിലെ അസംബ്ലി ഇലക്ഷനിൽ അവരുടെ കാൻഡിഡേറ്റിനെ നിർത്തി അവരുടെ ശക്തി തെളിയിക്കുമെന്നും പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് ആകാനുള്ള താല്പര്യമുണ്ട് എന്നുള്ളത് കാണിച്ചിരിക്കുന്നത്. ജെയ്സ് പാണ്ടനാടോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. അതാണ് ചിറ്റ്ചാറ്റിൽ. ജെയ്സ്, നമസ്കാരം. നമസ്കാരം സാർ. ഈ ബേസിക്കലി പെന്തക്കോസുകാർക്ക് ഈ പറയുന്ന വോട്ട് ബാങ്ക് ശക്തിയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് സാറേ. കേരളത്തിലെ ഒരു 100 വർഷത്തിലധികം പാരമ്പര്യമുണ്ട് ഇന്ത്യയിലെ കേരളത്തിലെ പെന്തക്കോസ് മൂവ്മെന്റിന്. ലോകത്തെമ്പാടും പെന്തക്കോസ് മൂവ്മെന്റ്, മോഡേൺ പെന്തക്കോസ് മൂവ്മെന്റ് രൂപപ്പെട്ടു വന്ന സമയത്ത് തന്നെ ഇന്ത്യയിൽ പെന്തക്കോസ് മൂവ്മെന്റ് ഉണ്ടായി. പുനഃമുക്തി മിഷൻ ഉണർവോട് അനുബന്ധിച്ച് തന്നെ. അതുകൊണ്ട് ഒരു നൂറ്റാണ്ട് പിന്നിട്ട ഒരു മൂവ്മെന്റാണ് കേരളത്തിലെയും പൊതുവിൽ ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെ പെന്തക്കോസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ആ മൂവ്മെന്റ് ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇതൊരു വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ശക്തിയാണ്, ഒരു മാൻ പവറാണ്. ഇപ്പോഴും ഒരു ഒരു സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ് എന്ന നിലയിൽ ഒരു ശക്തി കേന്ദ്രമാണ് കേരളത്തിലെ പെന്തക്കോസ് എന്ന് പറയുന്നത്. അല്ല, എൻ്റെ ചോദ്യം അതല്ല. ഈ പെന്തക്കോസ്റ്റോ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് താങ്കളുടെ അഭിപ്രായം എന്താ? കാരണം നടക്കുന്ന കാര്യമാണ്. കാരണം പെന്തക്കോസിനകത്ത് വാളെടുക്കുന്നതിനെല്ലാം വെളിച്ചപ്പാടാണ്, എല്ലാവർക്കും അവരുടേതായ ചർച്ചകളാണ്. ഇപ്പം ഇവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഈ പറയുന്ന അത്ര ആ ദൗത്യം വിജയകരമാവൂ? അത് 2 ചോദ്യമുണ്ട്. അതൊന്ന് വാളെടുക്കുന്നത് വിളിച്ചപ്പോൾ ഇതൊരു ഡെമോക്രാറ്റിക് മൂവ്മെന്റ്, ഹൈറാർക്കി ഇല്ലാത്ത, പിരമിഡിക്കൽ സിസ്റ്റം ഇല്ലാത്ത ഒരു ഡെമോക്രാറ്റിക് മൂവ്മെന്റാണ്. ഒരു സബാർട്ടൈൻ മൂവ്മെന്റ് കൂടിയാണ്, ഒരു സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ് കൂടിയാണ്. എല്ലാവർക്കും ഇതിനകത്തൊരു അക്കോമഡേഷൻ ഉണ്ട്. ഒരു മൾട്ടി കൾച്ചറൽ ചർച്ചാണ് ഈ പെന്തക്കോസ് മൂവ്മെന്റ്. അതുകൊണ്ടാണ് ഇത് വളരുന്നത് തന്നെ. അതുകൊണ്ട് ഇതിനകത്ത് ഈ ഹൈറാർക്കി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇത് വളരുന്നത്. ഞാനതിനെ വിയോജിക്കുന്നു. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ സ്റ്റഡി അനുസരിച്ച് ട്രഡീഷണൽ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന കേരളത്തിൽ വളരുന്നില്ല. പക്ഷേ ന്യൂ ജനറേഷൻ ചർച്ചും ഹൗസ് ചർച്ചുമാണ് കേരളത്തിൽ വളരുന്നത്. അത് പറയാം. ന്യൂ ജനറേഷൻ ചർച്ചും ഹൗസ് ചർച്ചുകളും മെഗാ ചർച്ചുകൾ 2000-ന് ശേഷം ശക്തിപ്പെടുകയും രൂപപ്പെടുകയും പിന്നീട് കഴിഞ്ഞ ഒരു 10 വർഷം കൂടി ശക്തമായ മൂവ്മെന്റ് ഉണ്ട്. അത് വളരുന്നുണ്ട്. അപ്പൊ ഈ പെന്തക്കോസ് ചർച്ച് ഈ ക്രൈസ്തവരെന്ന് പറയുമ്പോൾ എപ്പിസ്കോപ്പൽ സഭയാണ് ഇതിന്റെ നേതൃത്വം. ആ ധാരണയാണ് അവർ കൃത്യമായിട്ടത് മാറ്റേണ്ടത്. കാരണം കേരളത്തിൽ കത്തോലിക്കര് കഴിഞ്ഞ ഏറ്റവും വലിയ ഒരു മാൻ പവർ എന്ന് പറയുന്നത് പെന്തക്കോസുകാർ തന്നെയാണ്. 25 ലക്ഷത്തോളം വരുന്ന ആൾക്കാരുണ്ട്. പ്രവാസികളെ കൂട്ടിയാൽ അതിൽ കൂടുതലാണ്. വോട്ടർമാർ തന്നെ 16 ലക്ഷത്തിൽ കൂടുതലുണ്ട്. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏകദേശം നിലമ്പൂർ മുതൽ പാറശാല വരെ പ്രത്യേകിച്ച് 45 നിയമസഭാ മണ്ഡലങ്ങളിൽ നിർണായകമായ സാന്നിധ്യമാണ്. സാറിന് അറിയാവുന്ന ഞാൻ അതിൻ്റെ അകത്ത് ഇടപെടുകയാണ്. ഇപ്പം ദുർഗിലെ 2 കന്യാസ്ത്രീകളെ അറ്റാക്ക് ചെയ്തപ്പോൾ കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടിയും ഇൻക്ലൂഡിങ് BJP ആണെങ്കിലും CPM ആണെങ്കിലും കോൺഗ്രസ് വലിയ സംഭവമായി. പക്ഷെ മലയാളികളായ പെന്തക്കോസ് പാസ്റ്റർമാരെ കേരളത്തിന് പുറത്ത് ഇത്ര ക്രൂരമായി മർദ്ദിക്കുകയും അടിക്കുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടികൾ ഇത് പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്തു. ജെയ്സിന് അത് അറിയാവുമെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാം. അതൊരു നല്ലൊരു ചോദ്യം. അതിന് ഉത്തരം പറയാം. ഇപ്പം കന്യാസ്ത്രീകളുടെ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ വലിയ വിഷയമായി. ഛത്തീസ്ഗഡിലേക്ക് ഡെലിഗേറ്റ്സിനെ വിടുന്നു, രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്യുന്നു, രാജ്യസഭയിൽ ലോകസഭയിൽ പ്രമേയം അവതരിപ്പിക്കും, വലിയ വിഷയങ്ങളായി. അതിന് പ്രധാന ഒരു കാരണം ഒന്ന് ഒരു പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ കത്തോലിക്കുണ്ട്. പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ കേരളത്തിൽ തന്നെ നമുക്കറിയാം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം കത്തോലിക്ക MP-മാരാണ്. KPC പ്രസിഡന്റ് കത്തോലിക്കനാണ്. അതുപോലെ തന്നെ ബ്രിട്ടാസിനെ പോലെ ആൾക്കാർ LDFന്റെ ഭാഗത്ത് കൃത്യമായിട്ട് ഇത് ഓൺ ചെയ്യാനുണ്ട്. പിന്നെ NDAയിൽ ജോണി കുര്യനെ പോലെ ആൾക്കാരുണ്ട്. കേരളത്തിൽ കോൺഗ്രസ് റോഷ്യ കൃഷ്ണനെ പോലെ ഉണ്ട്. ഏകദേശം 10-20 MNM 2 മുന്നണി കൂടി ഉണ്ട്. അപ്പോൾ അവരുടെ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഒരു ഘടകം ഒന്ന്. 2 അവരുടെ ലീഡർഷിപ്പ്. KCBC പോലെ CABC പോലെയുള്ള സംവിധാനങ്ങൾ
അവർ അങ്ങനെയുള്ള ഏകോപനം. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് അതൊരു സാമൂഹിക സാമ്പത്തിക ഒരു സമാന്തര ശക്തി തന്നെയാണ്. അപ്പോൾ ആ ഒരു നെറ്റ്വർക്ക് അവർക്ക് കേരളത്തിൽ ഇന്ത്യയിലുടനീളമുണ്ട്. അത് പ്രധാനമായി പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ പ്രാതിനിധ്യം ഇപ്പം അത് ഓൺ ചെയ്യാൻ വേണ്ടി. ഇപ്പം കല്യാണ സഭയായിട്ട് പോയിട്ട് റോജിയം ജോൺ 24 hours ഛത്തീസ്ഗഡിലുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എല്ലാ ഞായറാഴ്ചയായിട്ട് കിടക്കുന്നു. ബുൾഡോസർ കൊണ്ട് ചർച്ച വിളിച്ചിട്ടുണ്ട്. എന്താണ് ആരെതിരെ വിഷയത്തിൽ ഇടപെടാത്തത്? കത്തോലിക്കയുടെ വിഷയത്തിൽ മാത്രം അത് ഇടപെടുന്നു. അപ്പോൾ ആ വിഷയം പ്രസക്തമാണ് ചോദ്യം. അതിന് ഉത്തരവാണ്. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് സമൂഹത്തിന്റെ അകത്ത് പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ വേണമെന്നും ലീഡർഷിപ്പിന്റെ കൺസോർഷ്യം വേണമെന്നും പെന്തക്കോസ്തിൽ ഉണ്ടാകുന്ന നിരന്തരമായി ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ എഴുതുകയും പറയുകയും ചെയ്തെങ്കിൽ പക്ഷേ 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 എൻ്റെ അഭിപ്രായത്തിൽ ജയ്സേ, നിങ്ങളുടെ കൂട്ടത്തിനകത്ത് തന്നെ തമ്മി തല്ല് കൂടുതലല്ലയോ? അല്ല, അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതൊരു സ്വാതന്ത്ര്യമുള്ള എല്ലാ സ്വാതന്ത്ര്യത്തിന്റെ കാര്യം അവിടെ നിർത്തട്ടെ. മറ്റേ VM മാത്യു അദ്ദേഹം ഗുഡ് ന്യൂസ് തുടങ്ങി. കാരണം പുള്ളിയുടെ ചരിത്രം നോക്കിയപ്പോൾ നിങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്നായിരുന്നു. അതിന്റെ പേരിലാണ് പുള്ളി ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. കാരണം അത് പുള്ളിയുടെ എന്നിട്ട് പോലും ഈ പറയുന്ന രീതിയിൽ ഒന്നിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് സത്യമാണോ അല്ലേ? ഇതാണ് ചോദ്യം. അതാണ് അനൈക്യതയുണ്ട്. ഡിനോമിനേഷണൽ പ്ലൂറലിസം, സംഘടനാ ബഹുരത ഒരു പ്രശ്നം തന്നെയാണ്. സാറ് പറഞ്ഞ പോലെ അത് പ്രശ്നം തന്നെയാണ്. വിവിധ സംഘടനകൾ ഉള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. അവയെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ലീഡർഷിപ്പ് ഒന്നിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. ലീഡർഷിപ്പിന്റെ കൺസോർഷ്യത്തിന് ഇപ്പോൾ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. ഒരു അഡ്ഹോക് കമ്മിറ്റി തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ സാർ ഉന്നയിക്കുന്ന പ്രശ്നം സവിശേഷമായ ഇന്ത്യൻ കേരള സാഹചര്യത്തിൽ ശക്തമായൊരു നേതൃത്വം ഉണ്ടാകും. അല്ല, എൻ്റെ ചോദ്യം അല്ല, ആ ചോദ്യത്തിന്റെ ഒരു അടുത്ത ചോദ്യമുണ്ട്. അതായത് ചർച്ചകൾ നടക്കുകയാണ്, അത് നടക്കുകയാണ്, ഇത് നടക്കുന്നത് വർഷങ്ങൾ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണിത്. അത് ഇപ്പോഴത്തെ നടക്കുന്നതൊന്നും അല്ല. ബേസിക്കലി നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആണോ അല്ലയോ? അതാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാത്തലിക് സഭ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആണ്. കാരണം അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്, മറ്റുള്ള പരിപാടിയുണ്ട്. അതായത് ഇതിൻ്റെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത് സത്യമാണോ അല്ലേ? ഇതാണ് ചോദിക്കുന്നത്. അല്ല, സഭകൾ തമ്മിൽ ഒരുമിച്ച് പോകുന്നതിൽ തടസ്സങ്ങൾ ദൈവശാസ്ത്രപരമായിട്ടൊന്നുമില്ല. കാരണം പെന്തക്കോസ്തുകാർ അതുകൊണ്ടാണ് ഞാൻ ഒരേ ദൈവശാസ്ത്രവും ഒരേ ദർശനപാതയും ജീവിതചര്യയും തുടരുന്നവരാണ്. അല്ല, അത് അതിനകത്ത് ഡോക്മയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, ഞാൻ അതാ എൻ്റെ ചോദ്യം എൻ്റെ ചോദ്യം അതിന് തടസ്സമുണ്ട്. അതിന്റെ ഇൻഡിവിജ്വലിസം, ഈഗോ, ഇതൊക്കെയാണ് അതിന്റെ കാരണം. അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഇപ്പം VM മാത്യു സാറിന്റെ കാലഘട്ടം മുതൽ തുടങ്ങിയ ഒരു പ്രോസസ്സാണ്. ഇതുവരെയായും അതിനത് വന്നിട്ടില്ല. ഇപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയുന്നു, ലീഡർഷിപ്പിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സംവിധാനം ഇല്ലെങ്കിലും വലിയ തരത്തിലുള്ള നെറ്റ്വർക്ക് ഞങ്ങളുടെ ഇടയിലുണ്ട്. കാരണം പ്രാദേശിക സഭകളെല്ലാം ടൈമാണ് ആയതുകൊണ്ട്, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം ആയതുകൊണ്ട് വലിയ തരത്തിലുള്ള നെറ്റ്വർക്ക്, നല്ല കൂട്ടായ്മ ഞങ്ങളുടെ ഇടയിലുണ്ട്. കാരണം സാധാരണ വാട്സപ്പ് ഗ്രൂപ്പുകളും പ്രാദേശിക കൂട്ടായ്മകളും ഒക്കെ സംവിധാനങ്ങളുണ്ട്, നെറ്റ്വർക്ക്. പക്ഷെ ഇതിന്റെ കോർഡിനേറ്റ് ചെയ്യാൻ, ഏകോപിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു സംവിധാനവും അതിന്റെ മാധ്യമ സംവിധാനവും ഒക്കെ ആവശ്യമാണ്. അത് കുറവായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ അപ്പോൾ അതിൻ്റെ അകത്ത് ജനാധിപത്യത്തിൽ ഇതേപോലെ അഭിപ്രായവും സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഉണ്ട്. അത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇതേപോലെയുള്ള പല കാര്യങ്ങളിലും, അതായത് നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു ഇന്ത്യയുടെ പല ഭാഗത്തും. ഇത്രയും ആൾക്കാരും, കാരണം ഇന്ത്യയിൽ തന്നെ പെന്തക്കോസ്തിൻ്റെ ബേസിക് എന്ന് പറയാൻ ബേസ് എന്ന് പറയുന്നത് കേരളമാണ്. അപ്പോൾ അവിടെ പോലും നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ കുറച്ചിലാണോ അല്ലേ? ഇതാണ് ചോദ്യം. അതിന്റെ അനൈക്യത ഒരു കുറവ് തന്നെയാണ്. അനൈക്യത എന്ന് പറയുന്നത് രാഷ്ട്രീയ വോട്ട് സംരക്ഷണത്തിന് മാത്രമല്ല, സാക്ഷ്യത്തിന് തന്നെ അത് തടസ്സമാണ്. അനൈക്യത എന്ന് പറയുന്നത് ഒരു കുറവ് തന്നെയാണ്. അത് പരിഹരിച്ചു കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ സ്വന്തം ലീഡർഷിപ്പ് ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ബോധവാന്മാരാണ്. അതുകൊണ്ട് ഈ അടുത്തുള്ള തിരുവല്ല ഒരുമിച്ച് കൂടുകയും കേരളത്തിൽ അതിനൊരു കൺസോർഷ്യം ഉണ്ടാക്കാനുള്ള പ്രാഥമിക നടപടികൾ 2ാം ഘട്ട ചർച്ചയും കഴിഞ്ഞു. അതിന്റെ KC ജോൺ അവരുടെ എന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. പെന്തക്കോസ്ത് കൗൺസിലിന് വേണ്ടിയാണ് അതൊക്കെ ഓൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുണ്ടാകും. പക്ഷേ പെന്തക്കോസ്തിന്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത്, അവരുടെ ദൃശ്യത എന്ന് പറയുന്നത് ഒരു ശക്തി തന്നെയാണ്. അത് മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാതെ ഞങ്ങൾക്ക് സീറ്റ് തരാഞ്ഞത് എൻ്റെ പ്രശ്നം. പത്തനംതിട്ടയിലെ ജില്ലാ പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു സീറ്റ് തരാഞ്ഞതിന് എൻ്റെ പ്രശ്നം. അതിന് പെന്തക്കോസ്ത് അക്കൗണ്ടിൽ കൊടുക്കണ്ട. സാഞ്ചിക്കൊക്കെ പൊളിറ്റിക്കൽ മെറിറ്റ് തന്നെയുണ്ട്. കാരണം ഇവിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവുണ്ട്, ജിജോ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ അവഹേളനം, വിവേചനം, ഡിസ്ക്രിമിനേഷൻ ഇതുണ്ടാകാൻ പാടില്ല.
ഒരു UDF നേതാവ് പത്തനംതിട്ടയിൽ ചോദിച്ചത് പെന്തക്കോസ്തുകാർക്ക് എവിടെയാണ് വോട്ട്? ഈ ചോദിച്ച പുള്ളിക്ക് വോട്ടില്ല ഇവിടെ. അപ്പോൾ ഈ എവിടെയാണ് വോട്ട്, നിങ്ങൾക്കാരാണ് വോട്ട് തരുന്നത്, നിങ്ങൾക്ക് ആരാണ് സ്ഥാനാർത്ഥി തരുന്നത്, ഈ രീതിയിലുള്ള മോശീകരണമാണ് വേദനിപ്പിച്ച വിഷയം. അല്ല, ഇപ്പൊ ജെയ്സ് പറയുന്നത് ഇപ്പൊ UDFന്റെ ബേസിക്കലി പത്തനംതിട്ട എന്ന് പറഞ്ഞ ജില്ല കോൺഗ്രസിന്റെ ഒരു സമയത്ത് കോട്ടയായിരുന്നു. ആ കോട്ടയെ തോൽപ്പിച്ചത് ഈ പെന്തക്കോസുകാർ തന്നെ എത്തി. അല്ല, അത് അതേസം എന്റെ ചോദ്യം കറക്റ്റ് ആണോ അല്ലയോ? ആ ചോദ്യം ആ കോട്ട നശിപ്പിച്ചത് ബന്ധുക്കോസുകാരാണോ? അതിന്റെ കാരണമുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു ചരിത്രം നോക്കിയാൽ ഇക്വേഷൻസ് മാറിയിട്ട് ഒത്തിരി നാളായി. മധ്യസമയസ്ഥാനം അറിയും, ചെന്നൈയിൽ ശോഭന ജോർജ്, തിരുവല്ലയില് മാമുമത്തായി, പിന്നെ ജോസഫ് പുതുശ്ശേരി, പിന്നെ ആറന്മുള മാലാത്ത സരളദേവി, ഇവിടെ മുരളി, തച്ചടി പ്രഭാകരൻ, ഡി സുഗതന്, റാന്നി MC ചെറിയാൻ, വലിയ തരത്തിലുള്ള ഒരു സാമൂഹിക സമവാക്യമായിരുന്നു. ആ ഇക്വേഷൻ തകർന്നുള്ളതാണ്. ശ്രീ കെ കരുണാകരനെ പോലെയുള്ള ആൾക്കാരുടെ പൊളിറ്റിക്കൽ വിസ്ഡം എത്ര മനോഹരമായ കാര്യമാണ്. അതിനെ തകർത്ത് തരിപ്പണമാക്കിയതുള്ളതാണ്. മധ്യതാന്തൂറിൽ എങ്ങനെയാണ് ചെന്നൂരപ്പനാണ് നഷ്ടപ്പെട്ടത്, MC ചെറിയാന് ശേഷം എങ്ങനെയാണ് ഇനി നഷ്ടപ്പെട്ടത്, മാമത്തായിക്ക് ശേഷം തിരുവല്ലയാണ് നഷ്ടപ്പെട്ടത്, എങ്ങനെയാണ് ചങ്ങനാശ്ശേരി CF തോമസിന് ശേഷം നഷ്ടപ്പെട്ടത്, മധ്യതാന്തൂറിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തിരുവനന്തപുരത്തിന്റെ പെന്തക്കോസ്തിന്റെ കോട്ട തന്നെയാണ്. 2016 ശേഷം ഇടത്തോട്ടുള്ള ചായ ഉണ്ടായതിന് രാഷ്ട്രീയപരമായ ചില കാരണങ്ങൾ. ചായ കാരണം എന്ത്? അത് 2016 തന്നെ സാർ അറിയാമോ, നമ്മുടെ ഈ എരുവയിൽ ഒരു ക്യാപ്റ്റൻ ഷമ്മലിന്റെ എതിരെ ഉണ്ടായ ആക്രമണം വിഷയങ്ങൾ, നാരങ്ങാനത്ത് പെർസിക്യൂഷൻ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോഴത്തേക്കിന് AK നായനാര് കോഴഞ്ചേരി വരികയും നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തെക്കേമല പ്രസിഡന്റൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. ഇന്ന് കൃത്യമായിട്ട് UDF സഭയ്ക്ക് അനുകൂലമായിട്ട് CPM നിലപാടെടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. ഈ ഇലക്ഷൻ മാനേജ് പറ്റിയകളിലും അടവുകളിലും തന്ത്രങ്ങളിൽ പൊതുവെ പരാജയം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത്. അല്ല, ബേസിക്കലി പെന്തക്കോസുകാരെങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യാൻ പറ്റും? അവർ ദൈവമില്ലെന്നിട്ട് പറയുന്നത്. അത് ദാർശനികമായൊരു ചോദ്യം, ആശനികമായൊരു ചോദ്യമാണ്. പക്ഷേ പ്രാക്ടിക്കലായി ഈ വിഷയങ്ങളിൽ ഇടപെടാൻ, അതുപോലെ ഇലക്ഷൻ മാനേജ് ഇങ്ങനെയുള്ള നേതാക്കന്മാർ, പത്തനംതിട്ടയിലെ DCC ഇരിക്കുന്ന ആൾക്കാര് കോർ ഗ്രൂപ്പ് സീനിയറായ ആൾക്കാരാണ്, അല്ലെങ്കിൽ ആലപ്പുഴ DCC ഇരിക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഇത്രയും പരിണതപ്രജ്ഞനായ നേതാക്കന്മാർക്ക് മധ്യതാന്തൂരിലെ ഡെമോഗ്രഫി അറിയത്തില്ലേ? ഇവർക്ക് പെന്തക്കോസ്തുകാരുടെ പൾസ് അറിയത്തില്ലേ? ഇവിടുത്തെ ജാതി ഉപജാതി ബന്ധങ്ങളെ കുറിച്ച് ഇവർക്ക് അറിയത്തില്ലേ? ഇതറിയാതെ പരസ്പര വൈരാഗ്യമാണ് ഇവരുടെ പരസ്പരമായ ഈഗോയും വൈരാഗ്യവും ആളുകളെ വെട്ടിനിരത്തുക എന്നുള്ള ഈ രീതിയിലൊക്കെ ഉണ്ടാകും. ഈ ഇലക്ഷൻ ഈ തരത്തിലുള്ള അവരുടെ തന്ത്രപരമായ വീഴ്ചകളാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ പത്തനംതിട്ടയിലെ ഈ മറ്റൊരു MLA മാരില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ശേഷം നിങ്ങൾ ഒരു MLA കാണണമെങ്കിൽ കോവളത്ത് വിൻസെന്റ് അടുത്ത് ചേരണം. എവിടെ പോയി MLA മാര് സീറ്റുകളുടെ പോയി എങ്ങനെയാണ് UDFന്റെ ഈ കോട്ട എങ്ങനെയാണ് തകർത്തുന്നു പോയത് എന്ന് ലീഡർഷിപ്പ് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്ത ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും ആലപ്പുഴ DCC ആകട്ടെ, പത്തനംതിട്ട DCC ആകട്ടെ, തിരുവനന്തപുരം DCCയില് ഞങ്ങളുടെ ഒരു യുവക്കാരൻ ഡാനിയേൽ, വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് രാമച്ചൻ ഡിവിഷൻ ഡാനിയൽ, യൂത്ത് കോൺഗ്രസിന്റെ കാട്ടാക്കട DC പ്രസിഡന്റ് ശക്തനാടാര് പറയാം, പുള്ളിക്ക് കൊടുക്കത്തില്ല. ശക്തമായിട്ട് പറയുക, ഈ DC പ്രസിഡന്റ് കാട്ടാക്കടയിലും വെള്ളനാട്. അതിന് ഈ പറയുന്ന ശക്തൻ നാടാർ എന്ന് പറയുന്നയാള് ന്യൂ ജനറേഷൻ ചർച്ചിന്റെ ആളല്ലയോ? ഇത് വൈരാഗ്യത്തിലേക്കാണ്. അല്ല, ശക്തൻ നാടർ ബേസിക്കലി ക്രിപ്റ്റോ ക്രിസ്ത്യൻ അല്ലയോ? ഇത് അയാളത്തോട്ട് കൊടുത്തില്ല. ഇത് രാത്രിയില മാധ്യമ സാറ ഇവരൊക്കെ പെന്തിക്കോസ്, ഇവനെ പകല് തത്വരിക്കുകയും ഉച്ച കഴിഞ്ഞ് മർത്തവുമേ രാത്രി പെന്തിക്കോസുമാണ്. ഈ അവസ്ഥയാണ്. ഇവരെല്ലാം ഈ പറഞ്ഞ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നോജനകളെ പ്രാർത്ഥിക്കാൻ പോകുന്നത് പറയുന്നവരെല്ലാം അവർ ഐഡന്റിറ്റി ഹൈഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. ഇവർക്കൊക്കെ പെന്തക്കോസ്തുകാർ വോട്ട് മതി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പെന്തക്കോസ്തുകാരുടെ വോട്ട് വാങ്ങിച്ചല്ല ഞങ്ങൾ ജയിച്ചത് എന്ന് MP മാർക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ആറ്റിങ്ങൽ 1000 വോട്ടിനാണ് പിന്നെ അടൂർ പ്രകാശ് ജയിച്ചത്. 1000 വോട്ടിന്. കാട്ടാക്കടയും നെടുമങ്ങാട് എണ്ണിപ്പഴം ജയിച്ചത്. കാട്ടാക്കടയും അരുവിക്കരയും നെടുമങ്ങാട് പെന്തക്കോസ്തുകാരുടെ കോട്ടയാണ്. അവിടെ എണ്ണിപ്പഴാണ് ജയിച്ചത്. ആ വോട്ട് കൊണ്ടാണ് ജയിച്ചത്. തിരുവല്ല പത്തനംതിട്ട ടൈറ്റ് മത്സരമായിരുന്നു. എങ്ങനെയാണ് ജയിച്ചത് പത്തനംതിട്ടയിൽ? അല്ല, ആന്റോ ആന്റണി ഭാര്യയെല്ലാം പബ്ലിക്കായിട്ട് പറയുന്നുണ്ടല്ലോ അവർ പെന്തക്കോസ്തുകാരാണ്. ആരെ പബ്ലിക്കായിട്ട് പറയുന്നത് എനിക്കറിയത്തില്ല. അല്ല, ഞാൻ പറയുന്നത് പെന്തക്കോസ്തുകാരാണെന്നില്ല. ഇത് അന്നത്തെ രാഷ്ട്രീയ വിജ്ഞാനം അല്ല. എന്റെ ചോദ്യം അതല്ല. അപ്പോഴീ ആന്റോ ആന്റണി പോലും പെന്തക്കോസ്തുകാർക്ക് സീറ്റ് കൊടുക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. കോർ ഗ്രൂപ്പിന് പത്തനംതിട്ട കോർ ഗ്രൂപ്പ് കൃത്യമായിട്ട് സാംജിയാണ്. ഞാൻ കോർ ഗ്രൂപ്പിന്റെ എല്ലാവരോട് സംസാരിക്കാൻ അന്നത്തെ കുര്യൻ സാറ്, മോഹൻ രാജ്, പന്തള സുധാകരന്,
പഴകുളം മധു, ഷൈരാജ് ഞാൻ പമ്പക്കുളം പിടിക്കുന്നു, ഞാൻ എണ്ണ നേതാവൻ ഇത്രയും ആൾക്കാരാണ് ഡി സി പ്രസിഡന്റ് എന്നെ പഠിപ്പിക്കും യോഹാവളി. അപ്പം ഇവട്ടൊക്കെ ബന്ധമുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ കോർ ഗ്രൂപ്പ് തീരുമാനിച്ചതാണ്. ഇവിടെ തന്നെ അത് പ്രഖ്യാപിക്കായിരുന്നു. 16 ഡിവിഷനും പ്രഖ്യാപിച്ചു. 17 ഡിവിഷനിൽ 6 പേര് മാത്രമേ ഓർക്കണം. എലത്തൂരും ഈ 2 മത്തമാരും കൊടുത്തു. കേരള കോൺഗ്രസ് ഉൾപ്പെടെ കോയിപ്പുറവും പിന്നെ പുളുക്കയിൽ ഉൾപ്പെടെ 6 മർത്തോമയ്ക്ക് കൊടുത്തപ്പോഴാണ് ഒരു അതിന് ജയ്സേ ഈ മർത്തോമക്കാരിലെ ആൾക്കാരെ മുഴുവൻ നിങ്ങൾ അടിച്ചോണ്ട് പോവില്ലയോ? മർത്തോമക്കാർ ആൾക്കാർ അല്ല, അത് സ്വാഭാവിക കൺവേർഷൻ. അത് ഒരാളെ അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ മർത്തോമ വിശ്വാസിയാണെങ്കിലും ഓർത്തഡോക്സ് വിശ്വാസിയാണെങ്കിലും പത്തനംതിട്ട വലുതായിട്ട് കാത്തലിക് ഇല്ല, അപ്പുറത്തെ സൈഡിൽ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഈ പ്രതിയോളം പെന്തക്കോസ് വിശ്വാസി എൻ്റെ രാത്രിയിൽ അതെ അവർക്ക് ടിക്കറ്റ് കൊടുത്ത് നീക്കത്ത പ്രശ്നം അവർക്ക് അങ്ങനെ തന്നെ. ഇപ്പം ഞങ്ങളുടെ സഭാംഗങ്ങളാണ് ഈ പ്രധാനമായി 2 സീറ്റുകൾ, പ്രധാനമായിട്ട് 3 സീറ്റ് 4 സീറ്റാണ് ആവശ്യം. ഒന്ന് ജിജോയ്ക്ക് പുളിക്കുകയും സാൻഡിക്ക് അങ്ങാടിയും കൊട്ടാരക്കര ഞങ്ങളുടെ KS സംസ്ഥാന സെക്രട്ടറി പുള്ളിക്ക് കൊടുത്തില്ല ജില്ലാ പഞ്ചായത്തിലെ. പിന്നെ ഡാനിയലിന് വെള്ളനാട് ആമച്ചൻ ഡിവിഷൻ. പ്രധാനമായി ഇതാണ് ചോദിച്ചത്. ഇത് ഇത്രയും വെട്ടിക്കളഞ്ഞെന്നുള്ളതാണ്. വരാതിരുന്നതിലല്ല പ്രശ്നം. അവര് പാർട്ടി അച്ചടക്കം പാലിച്ച് അവർ നിന്നോളും. പക്ഷേ ഞങ്ങളെ അവഹേളിക്കുന്നു. പെന്തക്കോസ്തുകാരാണ്, അവർ ശക്തരല്ല, അവരെ നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ പൂട്ടാം, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പെന്തക്കോസ്തിന്റെ വോട്ട് മുഴുവൻ എൻ്റെ കയ്യിലാണെന്ന് പറയുകയും അങ്ങനെയുള്ളവർ ഞങ്ങളുടെ കൺവെൻഷനും പ്രസംഗിക്കാൻ വരില്ല. ഞങ്ങളുടെ ആസ്ഥാനത്തോട് ഇനിയും വരുന്നുണ്ട്. ഈ പഞ്ചായത്ത് ഇലക്ഷനും അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിനും പെന്തക്കോസ്തിന് വോട്ട് വേണ്ട എന്നോട് പറയാൻ പറ്റുമോ? ധൈര്യമുണ്ടവർക്ക് പറയാം. അത് ജനാധിപത്യം. അത് എനിക്ക് മനസ്സിലാക്കണം. സാറ് ഇന്ത്യൻ പൊളിറ്റിക്സ് വിവേചിക്കുന്ന ആളാണല്ലോ. ഇന്ത്യൻ ബാപ്റ്റിസ്റ്റ് സാഹചര്യം, വടക്കേന്ത്യയിലെ സാഹചര്യം, ഭൂരിപക്ഷ വർഗീയത കേരളത്തിൽ ശക്തിപ്പെടുന്നത്, ഈ ക്രിസ്ത്യാനിക്കകത്ത് ക്രൈസ്തവ സമുദായം ഒരുപാടും BJPയോട് അടുക്കുന്നത്, ഇങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പിഴവുകൾ കാണിക്കുന്നത്. അത് UDF മാത്രമല്ല, LDFന്റെ അകത്തും ഈ പറയുന്ന പോലെ സീറ്റൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ വാർഡിൽ കുറച്ച് പേര് മത്സരിച്ചിട്ടുണ്ട്. അത് സഭയുടെ പേരിലൊന്നുമല്ല, വനിതാ സംവരണം കൂടുതലായതുകൊണ്ട് ആയിട്ടൊക്കെ മത്സരിക്കും ആശാപ്രവർത്തകരൊക്കെ. അതുകൊണ്ട് പക്ഷേ ബ്ലോക്കിലും ജില്ലയിലേക്ക് വരുമ്പോൾ വിഷയം പൊളിറ്റിക്കലാണ്. അത് സംസ്ഥാനത്ത് ചർച്ച ചെയ്ത വിഷയമാണ്. അതിന് ഞങ്ങൾ വേദനിപ്പിച്ച ഒരു വിഷയം. അതല്ലാതെ വാർഡിൽ ഇഷ്ടം പോലെ UDFയിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്, LDFയിൽ മത്സരിക്കുന്നുണ്ട്, ഞങ്ങളുടെ ചെറുപ്പക്കാര് മാറ്റിമാരൊക്കെ മത്സരിക്കുന്നു. അപ്പൊ ജയ്സെ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡിമാൻഡ് നിങ്ങൾ LDFനോട് പറയുന്നുണ്ട്? LDFന്റെ പലയിടത്തും ഞങ്ങൾ കത്ത് കൊടുത്തു. ഞങ്ങളുടെ ആവശ്യപ്പെട്ട പലയിടത്തും സഭാ നേതൃത്വം കത്ത് കൊടുത്തിട്ടുണ്ട്, പെന്തക്കോസ്ത് കൗൺസിലിന്റെ കത്ത് കൊടുത്തു, അവിടെയൊക്കെ പലർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഞങ്ങൾ കത്ത് കൊടുത്തൊരു വിഷയമാണ്. നേരിട്ട് ചർച്ച വിളിച്ചു പറയുകയും പത്തനംതിട്ട DCC ഓഫീസിൽ കത്ത് കൊടുക്കുകയും KPC പ്രസിഡന്റിനോട് പറയുകയും ഇതിന്റെ ചുമതലയുള്ള മാത്തിക്കുഴൽനാടനോട് പത്തനംതിട്ട DC ചുമതലയുള്ള മാത്തിക്കുഴൽനാടനോട് പറയുകയും കോർ ഗ്രൂപ്പിൽ എല്ലാവരും പറയുകയും ചെയ്ത വിഷയമാണ്. അപ്പൊ എൻ്റെ ഒരു ചോദ്യം, ഈ പെന്തക്കോസ്തുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത അസംബ്ലി ഇലക്ഷനിൽ കോൺഗ്രസിന് പത്തനംതിട്ടയിൽ തിരിച്ചു വരാൻ പറ്റുമോ ഇല്ലയോ? പെന്തക്കോസ്ത് പത്തനംതിട്ട ജില്ലയിൽ ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, തിരുവനന്തപുരം 3 ജില്ല, ഇത്രയും ജില്ലകൾ ശക്തമാണ്, നിർണയമാണ്. UDFന്റെ തിരിച്ചുവരവിൽ അവരുടെ തീരുമാനം നിർണായകം തന്നെയാണ്. ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നെ എടുത്തു, നിർണായകമാണ്. കാരണം അവർ വിചാരിച്ചാൽ തിരിച്ചു വരാൻ പറ്റും. അവരെ ആയിട്ട് പറ്റത്തില്ല. വോട്ടില്ല, വേറെ എവിടെ വോട്ട് വരും? അതാ എൻ്റെ ചോദ്യം. ജയ്സെ ചെങ്ങന്നൂരുകാരൻ, അവിടെ താമസിക്കുന്ന ആള്, ഈ പറയുന്ന പെന്തക്കോസ്ത് കമ്മ്യൂണിറ്റിക്ക് അത് പ്രവർത്തിക്കുന്ന ആളുമാണ്, ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന. ഈ ക്രിസ്ത്യൻ വോട്ടുകൾ അധികം മൈഗ്രേറ്റ് ചെയ്തില്ലയോ? ക്രിസ്ത്യൻ വോട്ടുകൾ മൈഗ്രേറ്റ് ചെയ്തു. ഇപ്പൊ ഈ പഞ്ചായത്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇടപെടുന്നതാണ്. ഇപ്പൊ എന്റെ വാർഡിൽ തന്നെ വോട്ടർ ചെയ്യാൻ നോക്കിയാൽ ക്രിസ്ത്യൻ വോട്ട് എല്ലായിടത്തും മജോറിറ്റിയാ. എന്റെ വാർഡിൽ തന്നെ 230-ലധികം പേര് ക്രിസ്ത്യൻ ഫാമിലികളാണ്. 10-80 വോട്ടുകൾ കുറവ്. ഇനി നോക്കി എന്റെ വാർഡിൽ 10-ാം വാർഡിൽ വാർഡ് പഞ്ചായത്തിൽ മൈഗ്രേറ്റ് ചെയ്തു പോയെങ്കിലും വോട്ടുണ്ട്, കൃത്യമായിട്ട് വോട്ടുണ്ട്. ഓക്കെ, ജയ്സിന്റെ വാർഡിൽ റിവേഴ്സ് മൈഗ്രേഷൻ മടങ്ങി വന്നിട്ടുണ്ട്. ജയ്സിന്റെ വാർഡിൽ നോക്കി 280 വോട്ട് കണ്ടുപിടിച്ചു. അതിന്റെ എത്ര ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ഉണ്ട്? ഉണ്ട്. ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ഉണ്ട്. അത് ഫാക്റ്റ് ആണല്ലോ. ഞാൻ JB കോശി കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇടപെട്ട ആളും ക്ലാസ് എടുക്കാൻ പോയത്. അപ്പോൾ അന്നാണ് എനിക്ക് ഈ സംഭവം മനസ്സിലായി. ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്നുള്ളത് ഞാനിവിടെ യൂസ് ചെയ്തൊരു വേർഡാണ്. അപ്പം പിന്നീട് വ്യാപകം അടച്ചാനാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇന്ത്യയിലുണ്ട്. കേരളത്തിലെ മിക്കവാറും ജില്ലകളിൽ അത് കൃത്യമായിട്ടുണ്ട്. അത് ഫാക്റ്റാണ് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്. കാരണം ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഈ
ഈ ഇടുക്കിയിലെ ഈ പറയുന്ന ഉം, ആം, ദളിറ്റ്സും ഇങ്ങനെ ബാക്ക്വേർഡ് ക്ലാസ്സും താമസിക്കുന്ന ഒരു കോളനി പോയി കഴിഞ്ഞപ്പോഴേ ഒരു ഞാൻ കണ്ടൊരു സംഭവം ഉണ്ട്. അതിൻ്റെ അകത്ത് ആ കോളനിയിലുള്ളതിൻ്റെ അകത്ത് 10 പേരും പോലും വേറെ ബിലീഫ്സ് തന്നെ ഇത് എൻറ്റയർ ആയിട്ട് ക്രിസ്ത്യൻസ്. കാരണം അപ്പൊ ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് മുഴുവൻ ഈ ബന്ധുക്കോസുകാർ. വലിയൊരു മൂവ്മെന്റ് ആണ് നടക്കുന്നത്. ഇന്ത്യയിലെ കേരളത്തിലും ശക്തമായ ഒരു കൺവേർഷൻ മൂവ്മെന്റ് തന്നെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന് അതിൻ്റെതായ സാമൂഹിക ആത്മീയമായ സാഹചര്യങ്ങളുണ്ട്. അല്ല, എന്റെ ചോദ്യം അതല്ല. അപ്പം ഇത് നാച്ചുറലി വരാനുള്ള വർഷങ്ങളിൽ, വരാനുള്ള സമയങ്ങളിൽ ഇതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആകുമോ ഇല്ല? ഇതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ളവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് മുന്നോട്ട് വെക്കുന്നത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് രാഷ്ട്രനിർമ്മാണത്തിൽ ഇടപെടാൻ, വികസന പ്രക്രിയയിൽ ഇടപെടാൻ, സാമൂഹിക പ്രക്രിയയിൽ ഇടപെടാൻ, ഇത് സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയി ഇത് മാറണം. പക്ഷെ ഞങ്ങളുടെ നേതാക്കന്മാരെ സംബന്ധിച്ചു അത് ഉന്നതമായ ഒരു ബോധമാണ്. ഒരു നേതാക്കന്മാരെ വിളിച്ച് പറയുക, സമീപകാലത്തൊക്കെ തുടങ്ങി വിളിച്ച് പറയുക, പൊളിറ്റിക്സിൽ അങ്ങനെ ഇടപെടുക, രാഷ്ട്രീയം പറയുക, ഞങ്ങളുടെ നേതാക്കന്മാർ ചെയ്യാറുണ്ട്. അതിൽ ബലഹീനത കാണരുത്. ഞാൻ അതിന് ഉന്നതമായ ജനാധിപത്യ ബോധമായിട്ടാണ്. പത്രപരിതന്മാർ പറയുന്നത് അങ്ങനെ രാഷ്ട്രീയം പറയും, വിളിച്ചു പറഞ്ഞ ഞാനാണ് നിന്നോ പിന്നെ പുനഃസംഘടന നടന്നല്ലോ KPCC ഒന്നും ചെയ്തില്ല. ഇതിനിടയ്ക്ക് പറഞ്ഞൊരു കാര്യം, സാർ അഡ്രസ് ചെയ്യേണ്ട കാര്യം, 20 ലക്ഷത്തിലധികം വരുന്ന ദളിത് ക്രൈസ്തവം, 20 ലക്ഷത്തിലധികം വരുന്ന ദളിത് ക്രൈസ്തവം. അവരുടെ കോട്ടയാണ് റാന്നി, കടുത്തുരുത്തി, പുതുപ്പള്ളി, പീരുമേട്, ഇടുക്കി, കുട്ടനാട് അടക്കം. എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ആ മേഖലയിൽ കൂടി റിസർച്ച് ചെയ്താണ്. അപ്പം അവർക്കൊന്നും പ്രാതിനിധ്യമില്ല. അവർക്ക് പ്രാതിനിധ്യമില്ല. രാഷ്ട്രീയമായ പുനഃസംഘടനകളിൽ എവിടെയാണ് ദളിത് ക്രൈസ്തവ കൺവേർട്ടഡ് ക്രിസ്ത്യൻസിനെ ഇവർ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നത്? എവിടെയാണ് സീറ്റുള്ളത്? സാറിന് അറിയാമല്ലോ, തിരുവല്ലായിൽ ഒരു ചാക്കോ സാറ് 60കളിൽ 68-ലെങ്ങാണ്ട് MLA ആയി ഈ ചാക്കോ സാർ. അതിനുശേഷം ഒരു ദളിത് ക്രൈസ്തവ നിയമസഭയിൽ പോയിട്ടില്ലെന്ന് സാറ് സ്റ്റഡി ചെയ്തു. ഒരു അക്കാഡമിക് വിഷയമാണ്. പിന്നെ നമുക്ക് ചെങ്ങന്നൂരോട്ട് വരാം. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ഈ പറയുന്ന സജി ചെറിയാനെ ജയിപ്പിക്കുന്നത് ബേസിക്കലി അവിടുത്തെ ബന്ധുക്കോസുകാരായിരുന്നു. അറിയാമല്ലോ. ഇപ്പം ചെങ്ങന്നൂർ UDF-ന്റെ ഒരു കോട്ടയമായിരുന്നു. അത് തിരുവല്ല കോട്ടയായിരുന്നു. ശോഭനയുടെ കാലഘട്ടം. അതേപോലെ തിരുവല്ല കോട്ടയായിരുന്നു. തിരുവല്ലയായിരുന്നു കോട്ടയം. CF തോമസിന്റെ റാണിയെ. പിന്നെ ഇതിനകത്ത് 2 തിരിച്ചടി പറ്റിപ്പോയത് അത് അമേരിക്കയിലെയും പിന്നെ അടൂരും റിസർവേഷനായി കല്ലുപ്പാറ മണ്ഡലവും പന്തളവും പോയി. ഇതിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇതിന്റെ അവിടെ കോട്ടയാണ്. അത് ലെഫ്റ്റിലേക്ക് വോട്ട് ഷിഫ്റ്റ് ചെയ്തു. എന്റെ പൊളിറ്റിക്സ് അതാണ് ഞാൻ പറയുന്നത്. ലെഫ്റ്റിലേക്ക് അത് വോട്ട് 2016 ശേഷം ഷിഫ്റ്റ് ചെയ്തു. പോയ വോട്ട് തിരിച്ചു വരാതെ ഭരണത്തിൽ വരാൻ പറ്റില്ല. ഇത് റിയാലിറ്റിയാണ്. അത് ഇതുപോലെ റാന്നിയും കോന്നിയും ഒക്കെ ഇതിന്റെ ക്ലാസിക്. അങ്ങനെ അന്തരീക്ഷം നിൽക്കുമ്പോഴാണ് ഈ കുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാകാതെ കേരളത്തിന്റെ പൊളിറ്റിക്സ് മനസ്സിലാകാതെ ഇങ്ങനെയുള്ള തെറ്റായ തീരുമാനം എടുക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, കേരളത്തിൽ ഈ സമീപകാലത്തുണ്ടായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ പ്രത്യേക സവിശേഷ സാഹചര്യത്തിൽ ഭൂരിപക്ഷ വർഗീയത ശക്തിപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ വേറെ പൊളിറ്റിക്സ് അറിയാം. വേറെ കാര്യം ചോദിക്കട്ടെ, ഈ പെന്തക്കോസ്തലയ്ക്കകത്ത് ക്രിസംഗികളുണ്ടോ? അല്ല, ഒരു വിഭാഗം ക്രൈസ്തവ പെന്തക്കോസ്തലല്ല, ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഒരു വിഭാഗം BJP അടുക്കുന്നു. അല്ല, എന്റെ ചോദ്യം പെന്തക്കോസ്തുകാരിലെ പ്രസംഗികൾ ഉണ്ട്. പെന്തക്കോസ്തുകാരുടെയും BJP-യോട് അടുക്കുന്ന കത്തോലിക്കനും പെന്തക്കോസ്തുകാരുടെ BJP അടുത്ത് അതിനൊത്തിരി കാരണങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് പക്ഷെ ഉണ്ട്, ആൾക്കാരുണ്ട്. അത് റിയാലിറ്റിയാണ്. അപ്പൊ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള സെക്കുലറായ ആൾക്കാർ ഇത് പറയുന്നത്. സോഷ്യൽ ഡെമോക്രാറ്റുകളായ സെക്കുലർ ആൾക്കാർ ഇത് പറയുന്നതിന്റെ കാരണം ഈ അന്തർ സംഘർഷം ഞങ്ങൾക്കറിയാം. അപ്പൊ ജെയ്സ് അറിയണമെന്നില്ല. ജെയ്സ് കേരളത്തിലും ഇന്ത്യയിലും സോഷ്യൽ ഡെമോക്രാറ്റ് ആ രീതിയിലാണ്. അപ്പൊ അമേരിക്കയിൽ ആരെയും പിന്തുണയ്ക്കുന്നത് ട്രംപിനെയാണോ അതോ ഡെമോക്രാറ്റ്സിനെയാണ്? അതൊരു വിഷയമാണ്. പണ്ട് ഞാൻ ഡെമോക്രാറ്റുകൾക്ക് അനുകൂലമായിട്ടൊരു വീഡിയോ ചെയ്തതിന് വേണ്ടി പ്രശ്നമായതാണ്. അത് വീണ്ടും പ്രശ്നമാക്കട്ടെ. അപ്പൊ ഞാൻ അത് പ്രശ്നാധിഷ്ഠമായി പിന്തുണി ട്രംപ് എടുക്കുന്ന കൃത്യമായ അത് ഇഷ്യൂ ബേസ്ഡ് ആണ്. ആ ഇഷ്യൂ ബേസ്ഡ്. ഓക്കെ, ഒരു കാര്യം പറയാം. അതായത് കേരളത്തിന്റെ പൊളിറ്റിക്കൽ സർക്കിളിലോട്ട് പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആകാൻ വലിയ താമസമില്ല എന്നല്ലേ ജെയ്സ് പറഞ്ഞു വരുന്നത്? അങ്ങനെ മാനസികാവസ്ഥ എല്ലാവർക്കും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാനസികാവസ്ഥ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരു ലീഡർഷിപ്പ് ഉണ്ടായാൽ മതി, ഒരു ചർച്ച മതി. കൃത്യമായിട്ട് സമീപകാലത്ത് അതിനു വേണ്ടിയുള്ള ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. മാനസികമായി എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ശക്തമായ ഒരു പവറാണ്. ഇവരെ അവഗണിച്ചുകൊണ്ട് ആർക്കും ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.